സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ തടങ്കൽ പാളയം തുടരുന്നു. ഭാഗം 6. കിടക്കയിൽ അവൾ വലിയൊരു പുഷ്പഹാരം പോലെ വീണു. അയാളാണെങ്കിൽ പൂക്കൾ ഓരോന്നിനെയും ചുംബിച്ചുണർത്തി ഇതൾ വിടർത്തി രസിക്കാനും തുടങ്ങി. കേസരം ഉണർന്നു കഴിഞ്ഞു. പൂമ്പൊടിയും പരാഗരേണുക്കളും പാറി. ജയിലിൽ ചെന്ന് വിൻസെൻറ്റിനെ കണ്ട ശേഷം ഔസേപ്പച്ചൻ്റെ ഓഫീസ് റൂമിന് പിന്നിലെ കിടക്കയിൽ തളർന്നു വീണ അതേ ശരീരമായിരുന്നു ജൂലിക്കിപ്പോഴും. അതേ ത്രസിപ്പ്, അതേ മോഹാവേശം. സൂസമ്മയും ആനിയും കുഞ്ഞും ജസ്റ്റിനും പള്ളിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ ഔസേപ്പച്ചൻ ചായയും കുടിച്ച് പത്രവും വായിച്ച് സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. ജൂലി വാതിലിൽ ചാരി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഔസേപ്പച്ചൻ എപ്പോൾ വന്നു? സൂസമ്മ ചോദിച്ചു. കുറച്ചു നേരമായി. ഇതന്നെ ഇവിടെ ഇരുന്ന് കളഞ്ഞേ? ചുമ്മാ. ആനി പെട്ടെന്ന് ഭക്ഷണം വിളമ്പി. ഔസേപ്പച്ചനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്, ആനി പറഞ്ഞു. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിച്ചായിരുന്നു, എന്നാലും ഇപ്പോൾ വിശപ്പുണ്ട്. അതുകൊണ്ട് ആനി ചേച്ചിയുടെ ക്ഷണം വേണ്ടാന്ന് വെക്കുന്നില്ല. അയാളും അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഇടിയപ്പവും കടലക്കറിയുമായിരുന്നു. നല്ല ടേസ്റ്റാണല്ലോ. ഇവിടെ ഇങ്ങനെയാണോ എന്നും ഔസേപ്പച്ചൻ തമാശ മട്ടിൽ ചോദിച്ചു. എന്താ, ഇങ്ങോട്ട് താമസം മാറ്റണമെന്ന് തോന്നുന്നുണ്ടോ? ജൂലി ചിരിയോടെ മറുചോദ്യം ഇട്ടു. അയ്യോ ഇല്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ആർക്കെങ്കിലും താമസം മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വിവരം പറഞ്ഞാൽ മതി. ജൂലിയുടെ മുഖം തുടുത്തു. ഞാൻ സൂസമ്മച്ചിയെ അത്യാവശ്യമായിട്ട് കാണാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സാമ്പത്തികമായിട്ട് ഞാനിപ്പം ടൈറ്റാ. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേയുള്ളൂ. സെബാൻ മരിച്ച വകയിൽ എൻ്റെ നഷ്ടം 18 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് 8 ലക്ഷമല്ലേ പോയുള്ളൂ? 18 ലക്ഷമോ? സൂസമ്മ വായു പൊളിച്ചു. പുറത്തു പറയാൻ കൊള്ളുകയില്ല. കൂടെ നടന്നവൻ 18 ലക്ഷം പറ്റിച്ചു എന്ന് അപ്പനെങ്ങാൻ അറിഞ്ഞാൽ എൻ്റെ കാരണക്കുറ്റി അടിച്ചു പൊട്ടിക്കും. ശോ, എന്നാലും 18 ലക്ഷം രൂപ. സൂസമ്മ താടിക്ക് കയ്യൂന്ന് ഇരുന്നു പോയി. അതൊന്നും സാരമില്ലെന്നേ, കാശ് വരും പോകും. ഒരിടത്ത് പോകുമ്പോൾ വേറൊരിടത്ത് കിട്ടും. ബിന്നിച്ചൻ പറയാറുള്ളതുപോലെ വെറുമൊരു കന്നാലി കച്ചവടക്കാരൻ്റെ മകനല്ലേ ഞാൻ. ഇത്രയിടം വരെ എത്തിയില്ലേ? ഞങ്ങളാരും ഔസേപ്പച്ചനെ കന്നാലി കച്ചവടക്കാരൻ്റെ മകനായിട്ട് കണ്ടിട്ടില്ല, ആനി പറഞ്ഞു. അത് നിങ്ങളുടെ നല്ല മനസ്സ്. എല്ലാവർക്കും ഉണ്ടാകുമോ അത്? ഓരോരുത്തർക്കും ഒരേ കാഴ്ചപ്പാടല്ലേ. സത്യം പറഞ്ഞാൽ വിന്നിച്ചൻ ഇപ്പോൾ ആരാ? കൊലപ്പുള്ളിയല്ലേ? കൊലയാളിയുടെ വീടല്ലേ ഇത്? കൊലയാളിയുടെ അമ്മയും പെങ്ങന്മാരുമല്ലേ? പക്ഷേ ഞാനങ്ങനെ കരുതിയിട്ടുണ്ടോ? കരുതിയാൽ ഈ വീട്ടിലോട്ട് കയറാൻ തോന്നുമോ? നിങ്ങളുടെ സ്വന്തക്കാർ പോലും തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഓർക്കണം. ഔസേപ്പച്ചനെ ഞാൻ എൻ്റെ മോനെ പോലെയാണ് കരുതിയിട്ടുള്ളത്. എനിക്കറിയാം. ഞാനതല്ല പറയാൻ വന്നത്. പൈസയുടെ കാര്യമാണ്. വിന്നിച്ചൻ ജയിലിൽ നിന്ന് വരുമ്പോൾ അവനോടേ ചോദിക്കുമെന്ന് കട്ടായം വിചാരിച്ചുകൊണ്ടിരുന്നതാ. പെട്ടെന്ന് ഇത്തിരി ഞെരുക്കം വന്നു. കേസ് നടത്തിയ വകയിൽ രൂപ 4-5 ലക്ഷമായി. പോലീസിന് കൊടുത്തു, ജയിലിൽ കൊടുത്തു, വക്കീലിനും ഗുമസ്തന്മാർക്കും കൊടുത്തു. കണക്ക് പറയുമല്ല കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നറിയാം. സ്വന്തക്കാരോടോ മറ്റോ ചോദിച്ചൊന്നും മറിക്കാൻ 1 മാസത്തേക്ക്. സൂസമ്മ വല്ലാതായി. ആനിയുടെയും ജൂലിയുടെയും മുഖം വിളറി. ഔസേപ്പച്ചനെ സഹായിക്കാൻ ഒരു നിവൃത്തിയില്ലല്ലോ എന്ന വിഷമമായിരുന്നു അവർക്ക്. ചോദിച്ചാൽ തരുന്നവരാരും ഇല്ല ഔസേപ്പച്ച. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. വീടും പറമ്പും കൂടെ ബാങ്കിലോട്ട് വെച്ച് പൈസ എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പനത് പണ്ടേ ഈട് വെച്ചേക്കുക. കൂട്ടിക്കിലൊരു റബ്ബർ തോട്ടത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാ. വർക്ക്ഷോപ്പും ആപ്പീസും വാടക കെട്ടിടത്തിലായിപ്പോയി. അല്ലെങ്കിൽ അത് ഈട് വയ്ക്കാമായിരുന്നു. സൂസമ്മയും ആനിയും പരസ്പരം നോക്കി. ബാങ്കിൽ ഈട് കൊടുത്താൽ മതിയെങ്കിൽ ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയിക്കോ, സൂസമ്മ പറഞ്ഞു. ഏയ്, അത് വേണ്ട. നിങ്ങൾ താമസിക്കുന്ന വീടും പുരയിടവും ഞാൻ കൊണ്ടുപോയി ബാങ്കിൽ പണയം വയ്ക്കാനോ? കാശില്ലെങ്കിൽ ഔസേപ്പച്ചൻ തെണ്ടും. എന്നാലും കൂടെ നിൽക്കുന്നവരെ കുഴി ചാടിക്കുകയില്ല. ഇതാ ഔസേപ്പച്ചൻ്റെ സ്വഭാവം. കാശിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങളൊക്കെ അന്യര്, ജൂലി പരിഭവിച്ചു. ഔസേപ്പച്ചൻ ഒരു വിഷമവും വിചാരിക്കേണ്ട. ധൈര്യമായിട്ട് വീടും പുരയിടവും ഈട് വെച്ചു. ഞങ്ങൾ കാശ് തരാനും ഉണ്ടല്ലോ, സൂസമ്മ പറഞ്ഞു. ഇല്ലില്ല, മറ്റൊരുത്തൻ്റെ കിടപ്പാടം പണയം വെച്ചുള്ള കളിക്ക് ഞാനില്ല. എന്നാൽ പിന്നെ ടൗണിൽ കിടക്കുന്ന 30 സെൻറ്റ് ഈട് വെച്ചെടുത്തൂടെ? ആനി ചോദിച്ചു. അത് ശരിയാണല്ലോ, സൂസമ്മയും പറഞ്ഞു. അത് വിന്നിച്ചന് ഇഷ്ടപ്പെടുകയല്ല. അവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്, ഔസേപ്പച്ചൻ പറഞ്ഞു. വിൽക്കാനൊന്നുമല്ലല്ലോ, ഈട് വെക്കാനല്ലേ. അതും വിന്നിച്ചായനും കൂടി വേണ്ടിയിട്ടല്ലേ. എന്നാലും വിന്നിച്ചനോട് ചോദിക്കാതെ? അതൊന്നും സാരമില്ല ഔസേപ്പച്ച, സൂസമ്മ ധൈര്യപ്പെടുത്തി. പിന്നെ ഔസേപ്പച്ചനും വിസമ്മതം പറഞ്ഞില്ല. പിറ്റേന്ന് തന്നെ ഔസേപ്പച്ചൻ ഒപ്പിടേണ്ട കടലാസുകളെല്ലാം പായിപ്പാട്ട് വീട്ടിലെത്തിച്ചു. ഔസേപ്പച്ചൻ തൊട്ട് കാണിച്ചിടത്തെല്ലാം സൂസമ്മ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉടനെ നടത്തണം ഔസേപ്പച്ച. കയ്യൊപ്പ് പതിച്ച രേഖകൾ ഔസേപ്പച്ചനെ ഏൽപ്പിച്ചുകൊണ്ട് സൂസമ്മ പറഞ്ഞു.
ജൂലിയുടെ കാര്യമല്ലേ? എന്തായാലും മിന്നിച്ചൻ്റെ കേസ് ഒന്ന് വിധിയായിക്കോട്ടെ. മതി, ഒരുറപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞെന്നേയുള്ളൂ. ഔസേപ്പച്ചൻ രേഖകളും ഭൂമിയുടെ പ്രമാണങ്ങളും രസീതുകളുമായി പോയി. ഔസേപ്പച്ചൻ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് പായിപ്പാട്ടിൽ നിന്ന് ഫോൺ വന്നത്. ആനിയുടെ മോൻ മയങ്ങി വീണിരിക്കുന്നു. ഔസേപ്പച്ചൻ ഉടൻ കാറുമായി പായിപ്പാട്ടെത്തി. കരച്ചിലും പിഴിച്ചിലുമായി പായിപ്പാട്ടുള്ള എല്ലാവരും സിറ്റൗട്ടിൽ വന്ന് നിൽപ്പുണ്ട്. ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി തന്നെ. ആനി കുഞ്ഞിനെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഔസേപ്പച്ചൻ വന്നപാടെ ആനിയെയും കുഞ്ഞിനെയും കാറിൽ കയറ്റി. കൂടെ സൂസമ്മയും കയറി. ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ആനി സംഭവം വിവരിച്ചത്. നിന്ന നിൽപ്പിൽ മോൻ ബോധം കെട്ട് വീണു. മൂക്കിൽ നിന്ന് അല്പം ചോരയും വന്നു. കുറേ ദിവസങ്ങളായി അവന് പനിയും ജലദോഷവും ഉണ്ടായിരുന്നു. ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ കാലമായി അവന് കൂടെ പനിയും ജലദോഷവും വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ഇവിടെ പീഡിയാട്രീഷ്യനെ കാണിച്ചു. വിവരങ്ങളെല്ലാം ഡോക്ടറോടും പറഞ്ഞു. ഡോക്ടർ തൽക്കാലത്തേക്ക് മരുന്നും കുറേ ടെസ്റ്റുകൾക്കുമുള്ള നിർദ്ദേശവും കുറിച്ചു കൊടുത്തു. ആദ്യം അവർ പോയി മോൻ്റെ എക്സ്റേ എടുത്തു. രക്തവും മൂത്രവും പരിശോധനയ്ക്കായി ലാബറട്ടറിയിൽ കൊടുത്തിട്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. മറ്റന്നാൾ റിസൾട്ടുമായി വരാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത്. കൃത്യദിവസം മറക്കാതെ തന്നെ ഔസേപ്പച്ചൻ പായിപ്പാട്ടെത്തി. ആനിയെയും മോനെയും ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലാബ് റിസൾട്ടുകളും എക്സ്റേ ഷീറ്റുകളും ഡോക്ടർ വളരെ വിശദമായി പരിശോധിച്ചു. എന്തോ ആലോചിക്കുന്ന മട്ടിൽ അതിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. എന്നിട്ട് ഔസേപ്പച്ചനെയും ആനിയെയും മാറി മാറി നോക്കി. ഡോക്ടർമാർ സത്യം പറഞ്ഞല്ലേ പറ്റൂ. സത്യം അറിയാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. ആനി പേടിയോടെ ഔസേപ്പച്ചനെ നോക്കി. നിങ്ങളുടെ കുട്ടിക്ക് ലുക്കീമിയ ആണോ എന്നൊരു സംശയമുണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ കൗണ്ട് തീരെ കുറവായിട്ട് കാണുന്നു. കൂടാതെ മറ്റു ലക്ഷണങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ ആനിയുടെ മുഖം ഭീതി കൊണ്ട് വിളറി വെളുത്തു. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനീഷ്യൽ സ്റ്റേജിലാണിപ്പോൾ രോഗം. വേണ്ട പോലെ ചികിത്സിച്ചാൽ ഭേദപ്പെടാവുന്നതേ ഉള്ളൂ. തൽക്കാലം ഞാൻ കുറിച്ചു തരുന്ന മരുന്നുകൾ കഴിക്കുക. അടുത്തയാഴ്ച എന്നെ വന്ന് കാണണം. മിക്കവാറും ട്രിവാൻഡ്രത്ത് പോകേണ്ടി വന്നേക്കും ശ്രീചിത്രയിൽ. ഔസേപ്പച്ചൻ തലകുലുക്കി. പണം എത്ര വേണമെങ്കിലും ചിലവാക്കാൻ ഡോക്ടർ. മോനാണ് ഞങ്ങൾക്ക് വലുത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ ധൈര്യത്തോടെ ഈ പ്രശ്നത്തെ നേരിടുകയാണ് ആദ്യം വേണ്ടത്. കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആനി മകനെ മടിയിൽ അടുക്കി പിടിച്ച് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. ഔസേപ്പച്ചൻ ഇടയ്ക്ക് കാർ നിർത്തി. പിന്നോട്ട് കൈനീട്ടി ആനിയുടെ തോളത്ത് കൈ തട്ടി വിളിച്ചു. ആനി ചേച്ചി, ഇങ്ങനെ കരയാതെ. ആനി മോൻ്റെ പുറത്തേക്ക് മുഖമമർത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. സാരമില്ലെന്നേ, ഞാനല്ലേ പറയുന്നേ. എനിക്കെൻ്റെ മോൻ മാത്രമേ ഉള്ളൂ ഔസേപ്പച്ച. അവന് വല്ലത് സംഭവിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ ഉള്ളത്. അയാൾ ആനിയുടെ ശിരസിൽ കൈത്തലം അർപ്പിച്ചു. ആനിയുടെ കരച്ചിൽ തെല്ലെന്നടങ്ങി. സെബാസ്റ്റ്യൻ കൊലക്കേസിൻ്റെ വിചാരണ അവസാനിച്ചിരുന്നു. വിധി പറയുന്ന ദിവസം എത്തി. സെൻട്രൽ ജയിലിൽ നിന്നും വിൻസെൻറ്റിനെ കോട്ടയത്ത് എത്തിച്ചിരുന്നു. കാലത്ത് 10 മണിക്ക് തന്നെ പായിപ്പാട്ട് വീട്ടിൽ നിന്നും സൂസമ്മയും ജൂലിയും ജസ്റ്റിനും സെഷൻസ് കോടതിയിൽ എത്തിയിരുന്നു. ഔസേപ്പച്ചൻ്റെ കാറിലാണ് അവർ വന്നത്. 11 മണിക്ക് കോടതി കൂടി. 11:30 ബെഞ്ച് ക്ലാർക്ക് സെബാസ്റ്റ്യൻ്റെ കൊലക്കേസ് വിളിച്ചു. വിധിവായനയായിരുന്നു അടുത്തത്. വിധിന്യായത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ജഡ്ജി വായിച്ചുള്ളൂ. പ്രതി കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരിക്കുന്നതിനാലും പ്രതി കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ഇത്രമേൽ നിഷ്ഠൂരമായി കൊല നടത്തിയ പ്രതി ശിക്ഷയിൽ ഒരിളവും അർഹിക്കുന്നില്ലാത്തതിനാലും പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകാൻ ഈ കോടതി അത്രയുമായപ്പോഴേക്കും സൂസമ്മയുടെ ചെവികൾ കൊട്ടിയടഞ്ഞു. കണ്ണുകൾ ഇരുണ്ടുപോയി. കോർട്ട് ഹാളിനരികിൽ അവർ കുഴഞ്ഞു വീണു. ഗർവിഷ്ഠനായ ഏതോ മുനിയുടെ ശാപമേറ്റു പൊടുന്നനെ ശരിയായി പോയതുപോലെയായിരുന്നു വിൻസെൻറ്റിൻ്റെ നിൽപ്പ്. ഔസേപ്പച്ചനും ജൂലിയും ജസ്റ്റിനും കൂടി മോഹാലസ്യപ്പെട്ടുപോയ സൂസമ്മയെ താങ്ങിപ്പിടിച്ചു കോർട്ട് ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയ ശേഷം തിരിച്ചെത്തി. കോടതി മുറിക്കുള്ളിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദതയായിരുന്നു. ജഡ്ജി വിൻസെൻറ്റിനെ നോക്കിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. വിൻസെൻ്റ് ആദ്യം ആ ചോദ്യം കേട്ടില്ല. അവൻ ഒന്ന് ഇളകി നിന്നു. കോർട്ട് ഹാളിലുണ്ടായിരുന്ന വക്കീലന്മാരെയും ഗുമസ്തന്മാരെയും ജനാലകൾക്കരികിൽ തിങ്ങിക്കൂടി നിന്ന ജനക്കൂട്ടത്തെയും അവൻ നോക്കി. ആളുകൾക്കിടയിൽ സെബാസ്റ്റ്യൻ്റെ സഹോദരന്മാരെയും അവൻ കണ്ടു. ഏതോ സിനിമയിലെ രംഗം പോലെ അവന് തോന്നി. കോടതിക്ക് നന്ദി. കേസ് ബാധിച്ച പ്രോസിക്യൂഷൻ വക്കീലിനും നന്ദി. കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് നന്ദി, അവൻ പറഞ്ഞു. കോർട്ട് ഹാളിൽ ഒരു കുശുകുശുപ്പും മർമ്മരവും ഉയർന്നു.
വിൻസെൻ്റ് കോടതിക്ക് പുറം തിരിഞ്ഞു നിന്നു. പായിപ്പാട് വീട് മ്ലാനതയിലും നിശബ്ദതയിലും ആണ്ടുകിടന്നു. മരിച്ച വീടിൻ്റെ പ്രതീതിയായിരുന്നു. വിൻസെൻറ്റിനും തങ്ങളുടെ കുടുംബത്തിനും വന്നു ചേർന്ന ദുർവിധിയോർത്ത് ഓരോരുത്തരും തന്താങ്ങളുടെ മുറിക്കുള്ളിൽ മൂകരായി കഴിഞ്ഞുകൂടി. ജസ്റ്റിൻ പഠിക്കാൻ പോകുന്നത് നിർത്തി. അഭിമാനിയായ അവനിനി ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യ, സഹപാഠികളെ അഭിമുഖീകരിക്കാൻ വയ്യ. കുറേ ദിവസത്തേക്ക് ഔസേപ്പച്ചനും പായിപ്പാട്ട് വീട്ടിലേക്ക് വന്നില്ല. ഒടുവിൽ ജൂലി ഒരു ദിവസം ഫോണിൽ വിളിച്ച് അകൽച്ചയുടെ കാരണം അന്വേഷിച്ചു. മനഃപൂർവ്വം വരാത്തതാ ജൂലി, ഔസേപ്പച്ചൻ സമ്മതിച്ചു. എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ. കേസ് ജയിക്കുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. നിങ്ങളെ അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം ശിക്ഷ കിട്ടിയത് ഔസേപ്പച്ചൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ. എന്തായാലും ഇവിടെ വരെ ഒന്ന് വരണം. ഔസേപ്പച്ചൻ വൈകുന്നേരം പായിപ്പാട്ട് വീട്ടിൽ ചെന്നു. അയാളെ കണ്ടതും സൂസമ്മ കരയാൻ തുടങ്ങി. നീ നോക്കിയിട്ടും എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഔസേപ്പച്ച. ഔസേപ്പച്ചൻ അത് വിഷമമായി. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു സൂസമ്മച്ചി. രക്ഷപ്പെടും എന്ന് പറഞ്ഞ് അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ആശ തന്നിട്ട് സൂസമ്മ മൂക്കു പിഴിഞ്ഞു. അതിന് ഔസേപ്പച്ചന് എന്നാ ചെയ്യാനാ? ജൂലിക്ക് ദേഷ്യം വന്നു. ഉള്ള സത്യം പറയാമല്ലോ സൂസമ്മച്ചി, ഇതുപോലൊരു ശിക്ഷ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഞാനെന്നല്ല, പ്രോസിക്യൂഷൻ വക്കീൽ പോലും വിചാരിച്ചിട്ടില്ല. ശിക്ഷാവിധി കേട്ടിട്ട് സകല വക്കീലന്മാരും ഇത് തന്നെയാ പറഞ്ഞത്. ഗുമസ്തന്മാരും പറഞ്ഞു. അവരൊക്കെ എത്ര കേസ് കേട്ടിരിക്കുന്നു. ശിക്ഷിക്കാൻ തക്ക രീതിയിൽ ബലമുള്ള ഒരു തെളിവും ഉണ്ടായിരുന്നില്ലത്രേ. പക്ഷേ ജഡ്ജിക്ക് അങ്ങനല്ല തോന്നിയത്. പിന്നെ വിന്നിച്ചൻ്റെ ഒരു മട്ടും രീതിയുമൊക്കെ ഏത് ജഡ്ജിയെയും കലിപ്പിക്കാൻ പോകുന്ന തരത്തിലാണല്ലോ. അത് ശരിയാണെന്ന് സൂസമ്മയ്ക്കും തോന്നി. പണ്ടേ മുരട്ടു സ്വഭാവക്കാരനാണ് വിന്നി. ആർക്കും അലിവ് തോന്നാത്ത പ്രകൃതം. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാത്തത് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാനുള്ള വിഷമം കൊണ്ടാണ്. ഇനി എന്ത് ചെയ്യും ഔസേപ്പച്ച? ഹൈക്കോടതിയിൽ അപ്പീലിന് പോകണം. അല്ലാതെ എന്ത് ചെയ്യാനാ? അവിടെ പോയാൽ രക്ഷയുണ്ടോ? ജീവപര്യന്തം എന്തെങ്കിലും ആക്കി കിട്ടിയാൽ അത്രയും ആയില്ലേ? ഏതിനും ഒരുപാട് പണം ചിലവാകില്ലേ ഔസേപ്പച്ച? പണമാണോ സൂസമ്മച്ചി കാര്യം? നമുക്കിപ്പോൾ വിന്നിച്ചൻ്റെ ജീവനാ വലുത്. അതിനുവേണ്ടി നമ്മൾ അറ്റ കൈ വരെ നോക്കും. ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ ചെന്നാൽ കേസ് ഉടനെ നടക്കുമോ? കാലതാമസം എടുത്തേക്കും. എന്നാലും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കണം. വിൻസെൻറ്റിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനുമുള്ള അധികാരവും സ്വാതന്ത്ര്യവും സൂസമ്മ അയാൾക്ക് നൽകിയിരുന്നു. മോനെയും കൊണ്ട് തിരുവനന്തപുരത്തിന് പോകണ്ടേ ആനി ചേച്ചി? ഔസേപ്പച്ചൻ ചോദിച്ചു. പോണെന്നാ ഡോക്ടർ പറഞ്ഞത്. പോകുന്നതിന് മുമ്പ് ഡോക്ടർ ചെന്ന് കണ്ടാൽ ഒരെഴുത്ത് തന്നേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, അവിടെ ശ്രീചിത്രയിൽ കൊടുക്കാൻ. എന്നാൽ ആ കാര്യത്തിൽ ഒട്ടും ഉപേക്ഷ വിചാരിക്കേണ്ട. നാളെ തന്നെ പോയേക്കാം. ആനി ചേച്ചിയുടെ കൂടെ ജസ്റ്റിനും പോരണം. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. കത്തും വാങ്ങി അവർ പുറപ്പെട്ടു. ജസ്റ്റിനും ആനിയും മോനും ഔസേപ്പച്ചനും. തിരുവനന്തപുരത്ത് അവർക്കൊരു രാത്രി തങ്ങേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ OPയിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വേണം ചികിത്സാ രീതികൾ തീരുമാനിക്കാൻ. ഔസേപ്പച്ചൻ ഹോട്ടലിൽ മുറിയെടുത്തു. 3 പേർക്കും താമസിക്കാൻ ഉതകം വിധത്തിലുള്ള സ്യൂട്ട് റൂം. രാത്രിയിൽ ജസ്റ്റിനും ആനിക്കും മോനുമുള്ള ഭക്ഷണം മുറിയിലേക്ക് എത്തിക്കാൻ ഔസേപ്പച്ചൻ റൂം ബോയിയെ ഏർപ്പാടാക്കി. ഔസേപ്പച്ചനും ജസ്റ്റിനും റെസ്റ്റോറൻറ്റിൽ പോയി. ഭക്ഷണം ഓർഡർ ചെയ്ത ഒപ്പം ഔസേപ്പച്ചൻ ഒരു പെഗ് ബ്രാൻഡിയും പറഞ്ഞു. എന്നും കുടിക്കുമോ? ജസ്റ്റിൻ ചോദിച്ചു. എന്നുമില്ല. ഇതുപോലെ ദൂരയാത്ര ചെയ്യുമ്പോൾ ദേഹനൊമ്പരം മാറാൻ 1-2 പെഗ്. നീ കുടിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെ. വേണോ നിനക്ക്? എൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാനെന്നും കുടിച്ചേനെ മുക്കറ്റം. മോൻ പ്രീ ഡിഗ്രിക്കല്ലേ പഠിക്കുന്നേ? മീശ ശരിക്ക് കിളിച്ചിട്ടില്ലല്ലോ. അത്രയ്ക്കുണ്ട് ടെൻഷൻ. ഒരു കണക്കിന് ഇനി എന്തിനാ ജീവിക്കുന്നേ? അത്രയ്ക്ക് നിരാശപ്പെടാനും മാത്രം എന്തുണ്ടായി? കൊലപ്പുള്ളിയുടെ അനിയനല്ലേ? ഇനിയിപ്പോൾ തൂക്കുമരം കയറിയവൻ്റെ അനിയൻ എന്നു പേരും കൂടെയാകും. ഞാനതാ പഠിത്തം നിർത്തിയേ. എനിക്കിപ്പം മനുഷ്യൻ്റെ മുഖം കാണാൻ വയ്യ. പഠിത്തം നിർത്തിയത് ശരിയായില്ല. നീ പഠിക്കാൻ പോകണം. ഇനിയില്ല. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് തൊലഞ്ഞു കിട്ടിയാൽ മതി. എനിക്ക് കൂടി ഒരു ബ്രാൻഡി പറ. ഔസേപ്പച്ചൻ അവനെ സൂക്ഷിച്ചു നോക്കി. വേണ്ട, ചങ്ക് കാട്ടണ്ട. നീ വേണമെങ്കിൽ ഒരു ബിയർ കഴിച്ചു. ഔസേപ്പച്ചൻ ഒരു ബിയറിനും കൂടി ഓർഡർ ചെയ്തു. ബെയറർ ഓപ്പണർ കൊണ്ട് ബിയർ കുപ്പി തുറന്നു. ഗ്ലാസ്സിൽ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു, ഞാൻ കുപ്പിയിൽ നിന്ന് കുടിച്ചോളാം. അവൻ കോള കുടിക്കുന്ന ലാഘവത്തോടെ കുപ്പി വായിൽ തിരികി 2-3 തവണയായി അത് കുടിച്ചു തീർത്തു. നീ വിന്നിച്ചിനേക്കാൾ വില്ലനാണല്ലോ ഇക്കാര്യത്തിൽ. അവൻ കുപ്പി മേശപ്പുറത്ത് വെച്ചു. അല്പം കഴിഞ്ഞ് ചോദിച്ചു,
വിന്നിച്ചായൻ അവനെ കൊന്നതാണോ ചേട്ടാ? ഔസേപ്പച്ചൻ അവനെ പാളി നോക്കി. എന്താ നിനക്കൊരു സംശയം? വിന്നിച്ചൻ അങ്ങനെ ചെയ്യുമോ? എനിക്കറിയാൻ മേല. ഇല്ലെന്ന എൻ്റെ വിശ്വാസം. അവൻ നിരപരാധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കേസിന് അവൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ. ഭക്ഷണം കഴിച്ചിട്ട് അവർ മുറിയിൽ ചെന്നപ്പോൾ ആനീസും മോനും ഭക്ഷണം കഴിക്കുന്നതേയുള്ളൂ. ജസ്റ്റിൻ സിറ്റിംഗ് റൂമിൽ വന്നിരുന്ന് TV കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ആനിയുടെ മോൻ വന്ന് അവൻ്റെ മടിയിൽ കയറിയിരുന്നു. ജസ്റ്റിൻ സോഫയിൽ ഇരുന്ന് ഉറക്കം തൂങ്ങി. ഔസേപ്പച്ചൻ അവനെ കുത്തി ഉണർത്തി കിടക്കയിൽ പോയി കിടക്കാൻ നിർദ്ദേശിച്ചു. അവൻ കിടക്കയിൽ ചെന്ന് വീണതും ഉറക്കം പിടിച്ചതും ഒപ്പം കഴിഞ്ഞു. ഔസേപ്പച്ചൻ ആനിയുടെ കുട്ടിയെ മടിയിലെടുത്തു വെച്ചു. TV-യിൽ വരുന്ന ചിത്രങ്ങളെപ്പറ്റി അവനോട് വിശദീകരിച്ചു. അവൻ കോട്ടുവായിട്ടപ്പോൾ ഔസേപ്പച്ചൻ അവനെ തോളത്ത് കിടത്തിക്കൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താഴെ ഇറങ്ങും മോനു, ബെഡിൽ വന്ന് കിടക്ക്, ആനി പറഞ്ഞു. അവൻ എൻ്റെ തോളത്ത് കിടന്നോട്ടെ. ഔസേപ്പച്ചൻ അവൻ്റെ ചുമരിൽ മൃദുവായി തട്ടി. അവന് വയസ്സെത്രയായെന്ന വിചാരം? 4 കഴിഞ്ഞു. ഓ സാരമില്ല, അവനെ എന്നെടുക്കാൻ അവൻ്റെ പപ്പയില്ലല്ലോ. ആനിയുടെ മുഖം മ്ലാനമായി. പപ്പയെപ്പറ്റി ചോദിക്കാറുണ്ടോ ഇവൻ? ഔസേപ്പച്ചൻ ചോദിച്ചു. ചിലപ്പോൾ ചോദിക്കും. ഞാൻ എന്തെങ്കിലും നുണ പറയും. പാവം. അയാൾ അവൻ്റെ കവിളത്ത് മുഖം ഉരുമി. ആനി ചേച്ചി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടോ? ഓർത്താൽ കരയാനേ നേരം കാണൂ. എൻ്റെ ജീവിതം പോയില്ലേ. ജീവിതം എങ്ങോട്ട് പോയി? ഭാര്യ മരിച്ച ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിക്കുന്നില്ലേ? വിധവകളും കല്യാണം കഴിക്കാറുണ്ട്. പോയിന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ പോയി, ഇല്ലെന്ന് വിചാരിച്ചാൽ ഇല്ല. എനിക്കിനി എൻ്റെ മോനെ എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ട് വരണം. ആ ഒരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ആനി ചേച്ചി ചെറുപ്പമാ, ജീവിതത്തിൻ്റെ പകുതി എത്തിയിട്ടില്ല. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ ആരെങ്കിലും കുറച്ച് പണം കുടഞ്ഞിട്ടുമോ? അതുപോലെ ആ സന്തോഷവും തൃപ്തിയും. വെറുതെ ഇരുന്നാൽ നമ്മളെ തേടി വരില്ല, നമ്മൾ അതുള്ളിടത്തോട്ട് തേടി ചെല്ലണം. മോനുറങ്ങി. അവനെ ഇങ്ങോട്ട് കിടത്തിക്കോ ഔസേപ്പച്ച. ആനി കൈ നീട്ടി. അവൻ ഇന്ന് എൻ്റെ കൂടെ കിടന്നോട്ടെ. ഔസേപ്പച്ചൻ കിടക്കയുടെ അങ്ങേയറ്റത്ത് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. ഇങ്ങേയറ്റത്ത് ആനി അത് നോക്കിയിരുന്ന് ഒരു നെടുനിശ്വാസം അയച്ചു. കാറ് മുറ്റത്ത് വന്ന് നിന്നപ്പോൾ സൂസമ്മയും ജൂലിയും ആകാംക്ഷയോടെ ഇറങ്ങി വന്നു. ആനിയും മോനും ജസ്റ്റിനും കാറിൽ നിന്നിറങ്ങി. ഔസേപ്പച്ചൻ ഇറങ്ങുന്നില്ലേ? ജൂലി കാറിനരികെ ചെന്ന് ചോദിച്ചു. ഇല്ല. ഇറങ്ങി വാ മോനെ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട സൂസമ്മച്ചി, ഇന്നലെ പോയതല്ലേ, ഓഫീസിലോട്ട് ചെല്ലട്ടെ. മോനുവിനെയും കൊണ്ട് പോയിട്ട് എങ്ങനെയുണ്ട് മോളെ? സൂസമ്മ ചോദിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ കാണിച്ചുവെന്നും അവിടുത്തെ പരിശോധനകൾക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചുവെന്നും ആനി പറഞ്ഞു. ഔസേപ്പച്ചൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരിടത്തും ഒരു തടസ്സം ഉണ്ടായില്ല. എല്ലായിടത്തും ഇടിച്ചു കയറി ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കും. എന്നാ സാമർഥ്യമാണെന്ന് അറിയോ? ഒച്ച വെക്കേണ്ടിടത്ത് ഒച്ച വയ്ക്കും, താഴ്മയായി നിൽക്കേണ്ടിടത്ത് അങ്ങനെ നിൽക്കും. കാല് പിടിക്കേണ്ടി വന്നാൽ അതിനും റെഡി. അവനവൻ്റെ കാര്യം സാധിച്ചെടുക്കാൻ ഇതുപോലൊരു മിടുക്കൻ. ആനി ഔസേപ്പച്ചനെ പുകഴ്ത്തി പറയുന്നത് കേട്ട് ജൂലി ഒന്നുകൂടി ഞെളിഞ്ഞു നിന്നു. തൻ്റെ പുരുഷൻ്റെ മഹത്വമാണ് വിളമ്പുന്നത്. ഔസേപ്പച്ചന് ഇല്ലായിരുന്നെങ്കിൽ വിഷമിച്ചു പോയേനെ. ആനിക്ക് എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല. അവനവൻ്റെ കൂടപ്പിറപ്പുകൾ ചെയ്യുമോ ഇന്നത്തെ കാലത്ത് ഇത്രയും സഹായം? ആ സന്മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും കടപ്പാട് തീരുമോ? നമ്മുടെ അവസ്ഥ കൂടെ ഒന്ന് ഓർത്തു നോക്കണം. സകലരും സഹായിക്കാൻ അറച്ചു നിൽക്കുകയാണ്. അന്നേരമാ അന്യനൊരുത്തൻ കൂടപ്പിറപ്പിനെ പോലെ ഒപ്പം നിന്ന് ഓരോ കാര്യങ്ങൾ നടത്തി തരുന്നേ. വേറെ ആരാണെങ്കിലും തിരിഞ്ഞു നോക്കൂ. കഴിവേ കയറ്റാൻ കോടതി വിരിച്ച കൊലപ്പുള്ളിയുടെ വീട്ടിലോട്ട് നമ്മൾ അവനെ പൂവിട്ട് പൂജിക്കണം. എന്നിട്ട് തെല്ലസൂയോടെ ആനി ജൂലിയെ നോക്കി. നിന്റെ ഭാഗ്യം പെണ്ണേ. ജൂലി അഭിമാനപുളകിതയായി നിന്നു. 1 മാസത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്തിന് പോയപ്പോഴും ജസ്റ്റിനാണ് ആനിയോടും കുട്ടിയോടും ഒപ്പം പോയത്. ഇത്തവണ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിനരികെ 1 പെഗ് ബ്രാൻഡി കൂടി കഴിക്കാൻ ജസ്റ്റിൻ ഔസേപ്പച്ചന് അനുവാദം നൽകി. ജസ്റ്റിന് ഒന്നുകൂടി വേണമായിരുന്നു. വേണ്ട, എന്തിനും ഒരു ലിമിറ്റ് വേണം. ആനി ചേച്ചി അറിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പറപ്പിക്കും, ഔസേപ്പച്ചൻ പറഞ്ഞു. എന്നാൽ ഒരു ബിയറും കൂടെ. ചെന്ന പാടെ കയറി കിടന്നോണം. ആനി ചേച്ചിയുടെ മുന്നിൽ നിന്ന് ആടാനും കുഴയാനും പോയേക്കരുത്. സമ്മതിച്ചു. പറഞ്ഞതുപോലെ ജസ്റ്റിൻ അനുസരിക്കുകയും ചെയ്തു. തലവേദനയാണെന്നും പറഞ്ഞ് അവൻ നേരത്തെ കിടന്നു. ആനി കുളി കഴിഞ്ഞ് ഫാനിന് കീഴിൽ നിന്നും മുടി ഉണക്കുകയായിരുന്നു. ഔസേപ്പച്ചൻ കുറേ നേരം മോനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവനെ കൊണ്ടുവന്ന് ഉറങ്ങാൻ കിടത്തി. ആനി ജനലിനരികിൽ നിന്ന് നഗരത്തിൻ്റെ പുറംകാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ആനി ചേച്ചി കിടക്കുന്നില്ലേ? ഔസേപ്പച്ചൻ ചോദിച്ചു. അവൾ അയാൾക്ക് അഭിമുഖമായി ജനൽപ്പടിയിലേക്ക് ചാരി നിന്നു. മുടി മാറത്തേക്ക് കുടഞ്ഞിട്ട് ഇഴ വേറെടുത്തുകൊണ്ട് അവൾ ഔസേപ്പച്ചനെ നോക്കി. ഞങ്ങൾ കാരണം വലിയ ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്?
ഇതൊക്കെ എനിക്ക് സന്തോഷമാണ്. ജൂലിയെ ഓർത്തല്ലേ ഈ മഹാമനസ്കത? അതല്ലേ സത്യം. ജൂലി ഇല്ലെങ്കിലും ഞാൻ സഹായിച്ചേനെ. ഏതായാലും ഇത്രയും ആയില്ലേ ഔസേപ്പച്ച, ഇനി ആ കല്യാണം കൂടി നടത്തിയേക്ക്. വെറുതെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? വിന്നിച്ചൻ ജയിലിൽ കിടക്കുമ്പോൾ അതോർത്തിട്ടാ. ജൂലിയും കാത്തിരുന്നു മടുത്തു. നല്ല പ്രായമല്ലേ കടന്നു പോകുന്നേ, ആർക്കും പ്രയോജനമില്ലാതെ. അല്ലെങ്കിൽ എന്താ പ്രയോജനം? ആനിയുടെ മുഖം തുടുത്തു. അല്ല, യൗവനത്തിൽ. ആനി ചേച്ചിക്ക് യൗവനമല്ലേ? എത്രയുണ്ട് പ്രായം? 30 29. കണ്ടാൽ അത്രയും തോന്നില്ല. ഒന്ന് പ്രസവിച്ചതാണെന്ന് നെറ്റിയാൽ എഴുതി ഒട്ടിച്ചു വെക്കണം. കൂടിയാൽ ഒരു 24 25, അത്രയേ തോന്നിക്കൂ. ആനി ചേച്ചിയുടെ നല്ല പ്രായമല്ലേ കടന്നു പോകുന്നത്, ആർക്കും പ്രയോജനമില്ലാതെ. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി. ചുമ്മാ പറയുക. ആനി ചേച്ചിക്ക് ഇനിയും നല്ലൊരു ജീവിതം ഉണ്ടാകും. ജൂലിയെപ്പോലെ തന്നെ സുന്ദരിയാണ് ആനി ചേച്ചി. ആനിയുടെ മുഖം അരുണാഭമായി. കളിയാക്കല്ലേ ഔസേപ്പച്ച, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ആനി ചേച്ചിക്ക് ഞാനൊരു കല്യാണം ആലോചിക്കട്ടെ? വേണ്ട. അപ്പം മനഃപൂർവ്വം പാഴാക്കുക ജീവിതത്തിലെ സുഖവും സന്തോഷവും. ആനി വീണ്ടും ജൂലിയുടെ കല്യാണക്കാരി എടുത്തിട്ടു. വിന്നിച്ചനോട് കൂടി ഒന്ന് ചോദിക്കണം, എന്നിട്ട് മതി കല്യാണം, ഔസേപ്പച്ചൻ പറഞ്ഞു. അതിന് ചോദിക്കണോ? വേണം. മുമ്പൊരിക്കൽ ഞാൻ ചോദിച്ചതാ. അന്ന് കന്നാലി കച്ചവടക്കാരൻ്റെ മകന് പെങ്ങളെ കൊടുക്കില്ലെന്നാണ് അവൻ പറഞ്ഞത്. ഔസേപ്പച്ചൻ ഇപ്പോഴും അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണോ? അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങളുണ്ടായി? ഔസേപ്പച്ചനാ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണി. ഔസേപ്പച്ചനില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഗതി എന്തായേനെ? കന്നാലി കച്ചവടക്കാരൻ്റെ മകനെ ആക്ഷേപിച്ച എൻ്റെ അനിയനിപ്പോൾ എവിടാ? ഔസേപ്പച്ചന് അങ്ങനെ ആക്ഷേപിക്കാനാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കാം? കൊലപാതകയുടെ പെങ്ങളെന്നും കോടതി തൂക്കുമരം വിധിച്ചവൻ്റെ അമ്മയെന്നും ഒക്കെ വിളിച്ചുകൂടെ? എനിക്ക് അങ്ങനെയൊന്നും മനുഷ്യനെ വേദനിപ്പിക്കാൻ തോന്നില്ല ആനി ചേച്ചി. എൻ്റെ ദൗർബല്യമായിരിക്കും. എനിക്കൊരു മനസാക്ഷി ഉണ്ടായിപ്പോയി. ദ്രോഹിച്ചവനാണേലും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കണ്ട എൻ്റെ ഹൃദയം അലിഞ്ഞു പോവും. ആനി കനിവോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ആനി ചേച്ചിക്ക് അറിയാവോ, വിന്നിച്ചൻ്റെ ചെറുപ്പം മുതൽക്കേ കന്നാലി കച്ചവടക്കാരൻ്റെ മോനല്ലേടെ ചെറ്റേ നീ എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുമായിരുന്നു. തമാശിനും കാര്യത്തിനും. ദേഷ്യം വന്നാലും സ്നേഹം വന്നാലും അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം സങ്കടം തോന്നിയിട്ടുണ്ടെന്നോ? ഔസേപ്പച്ചൻ്റെ കണ്ടമിടറി. ആനി വല്ലാതായി. വിന്നിച്ചനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല ഔസേപ്പച്ച. അല്ലായിരിക്കും. ആക്ഷേപിക്കുന്നവൻ അത് പെട്ടെന്ന് മറന്നു കളയും. പക്ഷേ അത് കേട്ടപ്പോൾ മനസ്സിലത് വ്രണം പോലെ നീറി കിടക്കും. ആനിക്കിപ്പോൾ ഔസേപ്പച്ചനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അവനെ അണച്ചു പിടിച്ച് ആശ്വസിപ്പിക്കണമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഔസേപ്പച്ചൻ എല്ലാം ക്ഷമിക്കണം, മറക്കണം, അതെൻ്റെ അപേക്ഷയാണ്. കുറച്ചു സമയം രണ്ടുപേരും മിണ്ടാതിരുന്നു. ഒടുവിൽ ആനി കിടക്കയിൽ ചെന്ന് കിടന്നു. ഔസേപ്പച്ചനും കിടന്നു. അയാൾ കൈ നീട്ടി ലൈറ്റ് അണച്ചു. മുറിയിൽ ബെഡ് ലാമ്പിൻ്റെ വെളിച്ചം മാത്രം. ആനി മയങ്ങിപ്പോയിരുന്നു. ഞെട്ടി ഉണരുമ്പോൾ മുഖത്ത് പൊള്ളുന്ന ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു. ബലിഷ്ഠമായ ഒരു കരവലയത്തിനുള്ളിലാണ് താൻ. ദേഹത്തിന് മീതെ ഊഷ്മളമായ കനത്ത ഭാരം. മുഖത്തേക്ക് നീരാവി അടിക്കുന്നുണ്ടെന്ന് തോന്നി. ഔസേപ്പച്ച, ചകിതയായിപ്പോയി അവൾ വിളിച്ചു. എല്ലാം ഞാൻ സഹിച്ചില്ലേ, ക്ഷമിച്ചില്ലേ, എന്നിട്ട് സഹായിക്കുന്നില്ലേ? മോനെ ആരാ രക്ഷിച്ചത്? വിന്നിച്ചിനെ രക്ഷിക്കാൻ ഞാനല്ലാതെ ആരാ ഉള്ളത്? കിതപ്പിനിടയിലൂടെ വാക്കുകൾ ഊർന്നു വീണുകൊണ്ടിരുന്നു. ഇരയെ കടിച്ചു കുടിയാൻ വെമ്പൽ കൊള്ളുന്ന വന്യമൃഗത്തിൻ്റെ മുരൾച്ച പോലെ. കണ്ടംഡ് സെല്ലിന് മുമ്പിൽ ഗാർഡുകളുടെ പാദപതന ശബ്ദം കേട്ട് വിൻസെൻ്റ് മുഖമുയർത്തി. അയാൾ കാല് നീട്ടി ഭിത്തിയിൽ ചാരി തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. ഒരു ഗാർഡ് അഴിവാതിൽ താക്കോലിട്ട് തുറന്നു. എന്താണ് കാര്യമെന്നറിയാതെ വിൻസെൻ്റ് ആദ്യം ഒന്ന് അമ്പരന്നു. ഒന്നെങ്കിൽ സന്ദർശകരാരോ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ജയിലിൽ നിന്ന് മറ്റെവിടേക്കോ തന്നെ കൊണ്ടുപോവുകയാണ്. അല്ലാതെ ഈ സമയത്ത് വാതിൽ തുറക്കാൻ ആരും വരില്ല. എഴുന്നേൽക്കടാ, ഒരു ഗാർഡ് ആജ്ഞാപിച്ചു. വിൻസെൻ്റ് എഴുന്നേറ്റ് നിന്നു. അയാൾ പുറത്തേക്ക് ആനയിക്കപ്പെട്ടു. മറ്റേ ഗാർഡ് അയാളുടെ കയ്യിൽ വിലങ്ങണിയിച്ചു. നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്, വാ നടക്ക്, ഗാർഡ് പറഞ്ഞു. അപ്പോൾ അതാണ് സംഗതി. സന്ദർശകർക്ക് അനുവദിച്ചിട്ടുള്ള മുറിയിൽ 2 യുവതികൾ കാത്തിരുന്നു. ആദ്യം വിൻസെൻറ്റിന് അവരെ കണ്ടിട്ട് മനസ്സിലായില്ല. അവരുടെ മുഖത്തിൻ്റെ പാർശ്വഭാഗം മാത്രമേ ദൃഷ്ടിയിൽപ്പെട്ടുള്ളൂ. വീട്ടിൽ നിന്ന് കാണാൻ വന്നവരല്ലെന്ന് വ്യക്തമായി. യുവതികൾ എഴുന്നേറ്റ് അഭിമുഖമായി തിരിഞ്ഞപ്പോൾ വിൻസെൻറ്റിന് ഓർമ്മയിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. കള്ളിയങ്കാട്ട് നീലിയല്ലേ അതിലൊന്ന്, കരിമ്പന യക്ഷി. മറ്റവളെ പരിചയമില്ലല്ലോ. സീമ ജോൺസ് വിൻസെൻറ്റിനെ ആപാത ചൂടം നോക്കുകയായിരുന്നു. മുഖത്ത് ശ്മശ്രുക്കൾ, കൈവിലങ്ങുകൾ, ജയിൽ വേഷം, പ്രകാശമണഞ്ഞ കണ്ണുകൾ, ഓജസ് ക്ഷയിച്ചു പോയ ശരീരം. സീമ ജോൺസ്, വിൻസെൻ്റ് പിറുപിറുത്തു. എന്നെ മറന്നിട്ടില്ല അല്ലേ?
ഇങ്ങനെ കണ്ടുവിട്ടുവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നീയാണ് സന്ദർശകയെന്ന് ഞാനും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നില്ല അല്ലേ? ഇവൾ നീരജ എൻ്റെ ഫ്രണ്ടാണ്. എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? തികച്ചും ഒഫീഷ്യൽ. ഞാനൊരു പത്രസ്ഥാപനത്തിൽ സബ് എഡിറ്ററായി വർക്ക് ചെയ്യുകയാണിപ്പോൾ. അപ്പോഴൊരു നിർദ്ദേശം വന്നു. സെൻറ്റൻസ്ഡ് ടു ഡെത്തായി 3 പേർ കേരളത്തിലെ 3 സെൻട്രൽ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അവരെപ്പറ്റി ഒരു ഫീച്ചർ. മറ്റേ 2 പേരെയും കണ്ടു കഴിഞ്ഞു, കണ്ണൂരിലും പൂജപ്പുരയിലും. ഇനി ഞാനേയുള്ളൂ അല്ലേ? വിൻസെൻ്റ് നിന്നാഹാസത്തോടെ ചോദിച്ചു. അതെ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇവിടെ കിടക്കുന്നത് ഞാനാണെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ? ഉവ്വ്, അറിയാമായിരുന്നു. പത്രങ്ങളിലൊക്കെ ഞാൻ ന്യൂസ് വായിച്ചതാണല്ലോ. പഴയ ശത്രുവാണെങ്കിലും കൂടെ പഠിച്ചവനാണെന്ന് വിചാരിച്ചിട്ടെങ്കിലും നിനക്കെന്നെ ഒഴിവാക്കാമായിരുന്നില്ലേടി? ആഹാ, അഴിക്കൂട്ടിലാണെങ്കിലും കടുവയ്ക്ക് ശൗര്യക്കുറവൊന്നുമില്ലല്ലോ ഇപ്പോഴും. വിൻസെൻ്റ് തിരിഞ്ഞു. അയാൾ കാത്തു നിന്ന ഗാർഡുകളോട് പറഞ്ഞു. കഴിഞ്ഞു, പോകാം. ഏയ് വിൻസെൻ്റ്! സീമ ജോൺസ് വിളിക്കുന്നത് വിൻസെൻ്റ് കേട്ടു. അയാൾ നടന്നു തുടങ്ങിയിരുന്നു, തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ. സീമ ജോൺസും നീരജയും നിരാശരായി മടങ്ങിപ്പോയി. സീമയുടെ കൈനറ്റിക് ഹോണ്ടയിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നീരജ ചോദിച്ചു, നീ ഇനി ഓഫീസിലേക്കാണോ? അല്ല, വീട്ടിൽ കയറി ഊണ് കഴിച്ചിട്ട് പോകാം. എന്നെ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി, ഞാനങ്ങ് പോയിക്കൊള്ളാം, നീരജ പറഞ്ഞു. നീരജയും സീമയും ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. നീരജ പക്ഷേ അക്കൗണ്ട്സ് വിഭാഗത്തിലാണെന്ന് മാത്രം. കുറച്ച് നാൾ സീമ നീരജയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്നു. ടൗണിനടുത്താണ് നീരജയുടെ വീട്. ഇപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് പാതിരയ്ക്ക് അപ്പുറത്തേക്ക് നീണ്ടുപോയാൽ സീമ നീരജയുടെ വീട്ടിലാണ് രാത്രി ബാക്കി ചെലവഴിക്കുക. നീരജയുടെ വീട്ടിൽ ഇപ്പോഴും പത്രത്തിലെ 2 വനിതാ ട്രെയിനുകൾ പേയിങ് ഗസ്റ്റുകളായി താമസിക്കുന്നുണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ നീരജ പറഞ്ഞു, ഇവിടെ, ഇനി ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. പക്ഷെ സീമ കൈൻറ്റി ഹോണ്ട നിർത്തിയില്ല. നിൻ്റെ ചോറ് ഞാൻ കുറേ ഉണ്ടതല്ലേ, ഇന്ന് എൻ്റെ വീട്ടിൽ ഊണ്, അത് കഴിഞ്ഞ് നമുക്കൊന്നിച്ചങ്ങ് പോകാം, സീമ പറഞ്ഞു. അവർ 10 മിനിറ്റിനുള്ളിൽ സീമയുടെ വീട്ടിലെത്തി. സീമയുടെ പപ്പയ്ക്ക് LICയിലാണ് ജോലി. അമ്മ സ്കൂൾ ടീച്ചറാണ്. വീട്ടിൽ സീമയുടെ സഹോദരൻ്റെ ഭാര്യ ഷാനിയും ഇളയ കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാനിക്ക് മുമ്പേ തന്നെ നീരജയെ പരിചയമുണ്ട്. ചേച്ചി, 2 മീൽസ് വിത്ത് സംതിങ് സ്പെഷ്യൽ. ചെന്ന ഉടനെ സീമ പറഞ്ഞു. ഊണ് തരാം, ഉള്ളതൊക്കെ സ്പെഷ്യലായിട്ട് കരുതിയാൽ മതി, ഷാനി ചിരിയോടെ പറഞ്ഞു. എന്നാലും ടുഡേ സ്പെഷ്യൽ എന്നൊരു സാധനം കാണുമല്ലോ. മാങ്ങാ ചമ്മന്തിയാണത്, മതിയോ? കർത്താവേ, മാങ്ങാ ചമ്മന്തിയോ? ഇത് എവരിഡേ സ്പെഷ്യലാണല്ലോ. അതീ നീ കുടുംബത്തിനൊരു മോചനമില്ലേ? നീരജ അത് കേട്ട് ഒച്ച വെച്ച് ചിരിച്ചു. എന്തെങ്കിലും മതി ചേച്ചി, ഇവക്ക് വട്ട. നീരജ സീമയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സ്റ്റെയർ കേസ് കയറി. ഏതാനും പടികൾ കയറിയിട്ട് സീമ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഏമാൻ ഇന്ന് ഉച്ചയ്ക്ക് വരുമോ? ഒന്നും പറഞ്ഞിട്ടില്ല. നീ ജയിലിലാരെയോ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അവിടെ പോയ കാര്യം പറയാതിരിക്കുക ചേച്ചി ഭേദം. ഒന്നും നടന്നില്ല. പിന്നെ പറയാം. നീരജയെയും കൂട്ടി സീമ മുറിയിലെത്തി. സീമയുടെ ജ്യേഷ്ഠൻ DYSP ആണ്. നീ ഇരിക്ക്. നീരജയെ ഇരുത്തിയിട്ട് സീമ വാഷ് ബേസിനിൽ മുഖം നന്നായി കഴുകി. തിരിച്ചു വന്ന് അലമാര തുറന്ന് ഒരു ഫയൽ എടുത്ത് മേശപ്പുറത്തിട്ടു. ഇതെന്താ? നീരജ ചോദിച്ചു. ഇതാണ് കൊലയാളിയുടെ ഫയൽ. സക്രിയ സാറ് സംഘടിപ്പിച്ച് തന്ന ക്ലിപ്പിംഗ്സാ ഇത് മുഴുവൻ. സെബാസ്റ്റ്യൻ കൊലക്കേസിൻ്റെ വാർത്ത വന്ന ദിവസം മുതൽ ഇതുവരെ അതേപ്പറ്റി വിവിധ പത്രങ്ങളിലും മാസികകളിലും വന്ന വാർത്തകളുടെ ഫോട്ടോ കോപ്പികൾ. അത്യാവശ്യം വക്കീൽ കോടതി രേഖകളും ഉണ്ട്. ഇനി ഇതെന്തിനാ? അയാൾ നിന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. അത് ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ കഴിവുകേടാണെന്നേ വരൂ. മാത്രമല്ല, ഈ കൊലയാളി ഒരിക്കൽ എൻ്റെ സഹപാഠിയായിരുന്നു എന്നൊക്കെ ഞാൻ അവിടെയും വെച്ച് കാച്ചിപ്പോയി. എന്നാൽ പിന്നെ സംഗതി എളുപ്പമായല്ലോ എന്ന് സക്കറിയ സാറ് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ സംഗതി നടന്നില്ല എന്നും പറഞ്ഞ് അങ്ങേരുടെ മുന്നിൽ ചെന്ന് എങ്ങനാ നിൽക്കുന്നേ? വഴക്ക് പറഞ്ഞാൽ സഹിക്കാം. ഇതങ്ങനെയല്ല. മനുഷ്യരെ ആസാക്കുന്ന രീതിയിൽ ഒരു ചിരിയും വർത്തമാനമുണ്ട്. ഒരു കാര്യം നടത്താൻ പറ്റിയില്ലെന്ന് പറയാൻ ഇവിടുത്തെ സീപ്പറെ കൊണ്ട് പോലും സാധിക്കുമല്ലോ എന്ന മട്ടിലൊക്കെ ചിരിച്ചോണ്ട് അങ്ങ് തൊലിയുരിക്കും. അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും സീമേ? ഞാൻ ഒന്നുകൂടെ പോയി അവനെ കാണും. അയാൾ വാ തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കുത്തി തുറപ്പിക്കും ഞാൻ. അവൾ ഫയലെടുത്ത് നിവർത്തി. ഞാൻ ആദ്യം ഇതൊന്ന് ഓടിച്ചു നോക്കിയതേയുള്ളൂ. ഇനി അക്ഷരം വിടാതെ പഠിക്കണം. സകല സന്നാഹങ്ങളോടും കൂടി വേണം ചെന്ന് കാണാൻ. നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ശത്രുതയുണ്ടാകാൻ എന്താ കാരണം? കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യമായ കാരണങ്ങളൊന്നുമില്ല. അന്നത്തെ വാശി, ചോരത്തിളപ്പ്. എന്നാലും ഒരു കാര്യവുമില്ലാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ വഴക്കാ. ഞാനെന്ന ലേശം ഇടതുപക്ഷത്തോട് ചാഞ്ഞ നിൽപ്പും നടപ്പും ഇരിപ്പും നോട്ടവും ചിന്തയെല്ലാം.
അവനാണെങ്കിൽ ഒരു റബ്ബർ കോൺഗ്രസ്സുകാരൻ. ഈ രണ്ട് സ്റ്റുഡൻസ് യൂണിയനുകളാണ് കോളേജിൽ പ്രബലം. തമ്മിലടിയാണ് എന്നും. കോളേജ് യൂണിയൻ ഇലക്ഷനും മറ്റും വരുമ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. ഇവനായിരുന്നു അവരുടെ ഗ്രൂപ്പ് നേതാവ്. നല്ല പോലെ ഫുട്ബോൾ കളിക്കും. തീപ്പൊരി പ്രസംഗം നടത്തും. കാണാനും സുന്ദരൻ. പെൺകുട്ടികളുടെ ഹരമായിരുന്നു. അവൻ്റെ ഒരു നോട്ടത്തിനും ചിരിക്കും വേണ്ടി വേവലാതി കൊണ്ട് നടന്ന 1/2 ഡസൻ പെൺകുട്ടികളെയെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ചുരുക്കത്തിൽ കോളേജിലെ ഹീറോ ആയിരുന്ന കക്ഷി. നീരജ ചിരിച്ചു. പക്ഷേ ഗർവിഷ്ഠനായിരുന്നു. അനിഷേധ്യനാണെന്നൊരു ഭാവം. അതിൻ്റെ അഹങ്കാരം. ആരെയും വകവയ്ക്കില്ല. ഒന്നിനെയും പേടിയില്ല. എതിർക്കാൻ 50 പേരുണ്ടായാലും ഒറ്റയ്ക്ക് എതിരാടാനുള്ള ധൈര്യം. ഞങ്ങളുടെ കൂട്ടുകാരുടെ തല്ലുകൊണ്ട് 3 തവണയെങ്കിലും അവൻ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. ഒരു തവണ ചത്തുപോകേണ്ടതായിരുന്നു. യൂണിയൻ ഇലക്ഷൻ്റെ തലേ ദിവസം സംഘടനത്തിനിടയിൽ പുറമേ നിന്ന് പാർട്ടി ഗുണ്ടകൾ ക്യാമ്പസിൽ കയറി. സൈക്കിൾ ചെയിനും ഇടിക്കട്ടയും കൊണ്ട് അടിച്ചു വീഴ്ത്തി. ഒരു കൈയൊടിഞ്ഞു. നോവൽ നാളെ വീണ്ടും തുടരും.